കണ്ണൂരിലെ BLO അനീഷ് ജോർജിന്റെ ആത്മഹത്യയിൽ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ്. അനീഷിനൊപ്പം SIR പ്രവർത്തനങ്ങൾക്ക് CPM അയച്ചത് മറ്റൊരു ബ്രാഞ്ച് സെക്രട്ടറി ചന്ദ്രനെയാണെന്ന് DCC അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് ആരോപിച്ചു. പിന്നീട് പോയത് DYFI നേതാവ് പ്രമോദാണ്. കോൺഗ്രസിന്റെ BLO വരണ്ടെന്നും CPM നിർബന്ധം പിടിച്ചതായി DCC അധ്യക്ഷൻ കുറ്റപ്പെടുത്തി. ശബ്ദ സന്ദേശങ്ങളും വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടു. ജോലി സമ്മർദ്ദം മൂലമാണ് അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്തതെന്ന കള്ളക്കഥയാണ് പൊളിയുന്നത്. മിഥുൻ പിള്ള ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, ഒരു ഭാഗത്ത് ആത്മഹത്യ ചെയ്തത് SIR സമ്മർദ്ദം കാരണമാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴിതാ ചില ശബ്ദ സന്ദേശങ്ങൾ കോൺഗ്രസ് അധ്യക്ഷൻ പുറത്ത് വിട്ടിരിക്കുന്നു. CPMന്റെ ഭീഷണി ഉണ്ടായിരുന്നു അനീഷിന് നേരെ. എന്താണ് വിശദാംശങ്ങൾ? എന്തൊക്കെ കാര്യങ്ങളാണ് മാർട്ടിൻ ജോർജ് വാർത്താസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുമായി പങ്കുവച്ചത്? അനിൽ നമ്പ്യാർ, കഴിഞ്ഞ ദിവസം കണ്ണൂർ ഏറ്റുകുടുക്കയിൽ ആത്മഹത്യ ചെയ്ത BLO ആയ അനീഷ് ജോർജിന്റെ ശബ്ദ സന്ദേശമാണ് ഇന്ന് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പുറത്തുവിട്ടത്. 3 ഓഡിയോ സന്ദേശങ്ങൾ, അതായത് കോൺഗ്രസിന്റെ BLA ആയ വൈശാഖിനോട് ഫോണിൽ സംസാരിക്കുക എന്ന കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്ത് പുറത്ത് വിട്ടിരുന്നത്. ആ കാര്യങ്ങളിൽ കൃത്യമായി തനിക്ക് ഭീഷണി ഉണ്ടായിരുന്നു എന്ന കാര്യം ഈ അനീഷ് ജോർജ് വൈശാഖിനോട് പറയുന്നുണ്ട്. അതായത് പറയുന്നത് ഇങ്ങനെയാണ്: നാളെ മുതൽ കോൺഗ്രസിന്റെ BLA ആയ വൈശാഖ് തൻ്റെ കൂടെ വരേണ്ടതില്ല. അങ്ങനെ വൈശാഖിനെ കൂട്ടി ഈ SIR പ്രവർത്തനങ്ങൾക്ക് പോയാൽ CPMകാർ തടയുമെന്ന് ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന ഓഡിയോ സന്ദേശങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് തന്നെ ഈ സംഭവവുമായി ബന്ധം SIRന്റെ സമ്മർദ്ദമല്ല അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്യാനുള്ള കാരണമെന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, SIR പ്രവർത്തനങ്ങൾക്ക് ഇനി മുതൽ വൈശാഖ് വരേണ്ടതില്ല, വന്നാൽ CPMകാർ തടയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ കാര്യം പിന്നീട് പറയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ശബ്ദ സന്ദേശം, 3 പാർട്ടുകളായിട്ടാണ് ഓഡിയോ സന്ദേശമുള്ളത്, അത് പുറത്തുവിട്ടിരിക്കുന്നത്. മാത്രമല്ല, ആ സമയത്ത് വൈശാഖ് പറയുന്നുണ്ട് BLAയെ പ്രവർത്തിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ കളക്ടർക്ക് പരാതി നൽകുമെന്ന് വൈശാഖും പറയുന്നുണ്ട്. അതേസമയം അത് തന്നെ കോൺഗ്രസിൻ്റെ BLAയെ കൂട്ടിപ്പോയി കഴിഞ്ഞാൽ വീണ്ടും അവർ തടയുമെന്നൊക്കെയാണ് പറയുന്നത്. വലിയ പ്രശ്നത്തിലേക്കൊക്കെ കലാശിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നാളെ മുതൽ നിങ്ങൾ വരേണ്ടതില്ല എന്ന് വൈശാഖിനോട് അനീഷ് പറയുന്നുമുണ്ട്. അപ്പോൾ വൈശാഖ് തിരിച്ച് അനീഷിനോട് പറയുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, ഭീഷണിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ മുകളിലേക്ക് പരാതി നൽകൂ. CPMന്റെ നേതാക്കന്മാർ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നെങ്കിൽ പരാതി നൽകൂ എന്ന് വൈശാഖ് പറയുന്നുമുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓഡിയോ സന്ദേശം അവസാനിക്കുകയും ചെയ്യുന്നു. അതേസമയം ഈ അനീഷിനെ ഭീഷണിപ്പെടുത്തിയത് CPMന്റെ പ്രാദേശിക നേതാവായ റഫീഖ് ആണെന്ന ആരോപണവുമായി DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഒരു ഭാഗത്ത് CPM SIRനെതിരെ ആയുധമാക്കാൻ, അനീഷ് ജോർജിന്റെ ആത്മഹത്യ ആയുധമാക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. ആ ശ്രമം അപ്പാടെ പൊളിയുന്നൊരു സാഹചര്യമാണ് ഈ ഓഡിയോ സന്ദേശങ്ങൾ പുറത്തു വന്നതിലൂടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അനിൽ നമ്പ്യാർ.